ഛത്തീസ്ഗഡിൽ ജയിൽ മോചിതരായ 2 മലയാളി കന്യാസ്ത്രീകൾ ഈ ആഴ്ച അവസാനത്തോടെ കേരളത്തിലെത്തും. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയ്ക്കും പ്രവർത്തകർക്കുമെതിരെ പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. രണ്ടാഴ്ച കൂടുമ്പോൾ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ജാമ്യ ഉപാധിയിലാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവർ പുറത്തിറങ്ങിയത്. ഇത് പ്രകാരം 8-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. ഇതിനുശേഷമാകും കേരളത്തിലേക്ക് മടങ്ങുക. ഏതാനും ദിവസം ഇരുവരും വീടുകളിൽ ചെലവഴിക്കും. തുടർന്ന് ഛത്തീസ്ഗഡിലേക്ക് മടങ്ങും. കണ്ണൂർ സ്വദേശിനിയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്. സിസ്റ്റർ പ്രീതി മേരി അങ്കമാലി സ്വദേശിയും. ഇരുവർക്കും പുതിയ ചുമതലകളോ സ്ഥലം മാറ്റമോ ഉടനുണ്ടാകില്ല. കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ട നിയമ നടപടികൾ തുടരാൻ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഛത്തീസ്ഗഡിൽ തുടരേണ്ടതുണ്ട്. ജാമ്യോപാധികൾ പ്രകാരം കന്യാസ്ത്രീകൾക്ക് രാജ്യത്തിനകത്ത് സഞ്ചരിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ, ഏതാനും പ്രവർത്തകർ എന്നിവർക്കെതിരെ യുവതികൾ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ആ 3 പെൺകുട്ടികൾ 2 ദിവസമായി പോലീസ് സ്റ്റേഷനുകളിൽ നിരന്തരമായി കയറി ഇറങ്ങിയിട്ടും അവരുടെ പരാതി സ്വീകരിച്ചു. പക്ഷേ FIR ഇടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോലീസ് തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ഒരു പ്രശ്നം. ലളിത, സുക്മതി എന്നീ യുവതികൾ ഓർച്ച പോലീസ് സ്റ്റേഷനിലും കമലേശ്വരി മറ്റൊരു പോലീസ് സ്റ്റേഷനിലുമാണ് പരാതി നൽകിയത്. ഈ 2 പരാതികളും ദുർഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയാകും കേസെടുക്കുക. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24.